ആരാധകരെ ഞെട്ടിക്കുന്ന മേക്ക് ഓവർ നടത്തി പെട്ടെന്ന് രംഗത്ത് വന്നയാളാണ് നടിയും അവതാരകയുമായ ശ്രിയ അയ്യർ. ഒരു കാലത്ത് ടെലിവിഷൻ പരിപാടികളിൽ അവതാരകയായിട്ടും ആൽബങ്ങളിൽ അഭിനയിച്ചും നിറഞ്ഞു നിന്നിരുന്ന ശ്രിയയെക്കുറിച്ച് കുറേ കാലം യാതൊരു വിവരവുമില്ലാതെയായി. പിന്നീട് ലോക്ക്ഡൗണിലാണ് മസിലൊക്കെ കാണിച്ച് ജിമ്മത്തിയായി നടി പ്രത്യക്ഷപ്പെടുന്നത്. ബോഡി ബിൽഡിങ്ങിലും ജിമ്മിലൊക്കെയായി വേറിട്ടൊരു ജീവിതത്തിലേക്ക് ശ്രിയ കടക്കുകയായിരുന്നു. ഇതിനിടയിൽ ജിമ്മൻ കൂടിയായ ജനുവിനെ വിവാഹവും കഴിച്ചു. 2 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത് നടത്തിയതായിരുന്നു തങ്ങളുടെ വിവാഹമെന്ന് പറയുകയാണ് ശ്രിയ ഇപ്പോൾ. തൻ്റെ സ്വഭാവത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രിയ അയ്യർ. ഒറ്റയ്ക്ക് ഡിസിഷൻ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള, ഒട്ടും ബോൾഡ് അല്ലാത്ത ആളായിരുന്നു ഞാൻ. ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് 2 വർഷം ആവുന്നതേയുള്ളൂ. പ്രേമിച്ചു കറങ്ങി നടക്കാനൊന്നും താല്പര്യമില്ലാത്ത ആളായതുകൊണ്ട് പെട്ടെന്ന് കല്യാണം കഴിച്ചത്. തങ്ങളുടെ വിവാഹം 2 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത് നടത്തിയതാണെന്ന് ശ്രിയ പറയുന്നത്. ഭർത്താവായ ജനു ജനിച്ചതും വളർന്നതുമൊക്കെ കുവൈറ്റിലാണ്. ഇപ്പോൾ 38 വയസ്സുണ്ട്. നാട്ടിൽ ജനുവിനെ സുഹൃത്തുക്കൾക്കൊന്നുമില്ല. ഇവൻ്റെ ഒരു ബർത്ത്ഡേക്ക് കൂടെ ആഘോഷിക്കാൻ ആരുമില്ലാതായപ്പോൾ ഞാൻ പോയിരുന്നു. പിന്നെ കൊള്ളാവുന്ന പയ്യനാണെന്നൊക്കെ തോന്നിയപ്പോഴാണ് മെസ്സേജ് അയച്ചു നോക്കിയത്. വളരെ വൈകിയാണ് അതിനുള്ള മറുപടി എനിക്ക് വന്നത്. വായുനോട്ടവും ബഹളവും ഇല്ലാത്ത ആളാണെന്ന് അങ്ങനെ മനസ്സിലായി. ഇനി കല്യാണമേ കഴിക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നതാണ് ഞാൻ. വീട്ടിൽ ആദ്യമൊക്കെ ജാതിയും മതവും പ്രശ്നമല്ലെന്നും ഞാൻ ആരെയെങ്കിലും കെട്ടിയാൽ മതിയെന്നും ഒക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ പ്രപ്പോസൽ വരുമ്പോഴാണ് ജാതിയും മതവും ഒക്കെ പറയുന്നത്. എനിക്ക് മാച്ച് ആവുന്ന ആളാണെന്ന് തോന്നിയത് ഇത് ചൂസ് ചെയ്തത്. ജിനിൻ്റെ പ്രപ്പോസൽ ചെയ്തതും താനാണെന്നും നടി കൂട്ടിച്ചേർക്കുന്നു. അതിനുശേഷമായിരുന്നു വീട്ടിൽ സംസാരിച്ചത്. ജനുവിൻ്റെ ചേച്ചിയാണ് എൻ്റെ വീട്ടിൽ സംസാരിക്കാൻ വന്നത്. ചേച്ചി കാനഡയിലായതുകൊണ്ട് തിരിച്ചു പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ 2 ദിവസം കൊണ്ടാണ് കല്യാണം നടത്തിയതെന്നും ശ്രിയ വ്യക്തമാക്കുന്നു. ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോൾ എപ്പോഴും സ്നേഹവും മാത്രമല്ലല്ലോ, അടിയൊക്കെ ഉണ്ടാകാറുണ്ടെന്ന് താരങ്ങൾ പറയുന്നു. റെസ്ലിംഗ് പോലെയുള്ള അടിയായിരിക്കും ഞങ്ങളുടേത്. പക്ഷേ എനിക്ക് പാവം തോന്നും. കാരണം ഞാൻ എപ്പോഴും പുള്ളിയെ കമ്പയർ ചെയ്ത് സംസാരിക്കും. പക്ഷേ പുള്ളി ഒരിക്കലും എന്നെ എൻ്റെ പാസ്റ്റ് പറഞ്ഞ് വേദനിപ്പിച്ചിട്ടില്ല. ഞാൻ വല്ലതും പറഞ്ഞാലേ ഉള്ളൂ. ഇപ്പോഴാണ് ഞാൻ സമാധാനമായിട്ട് ജീവിക്കുന്നത്. മനസ്സ് തുറന്നു ചിരിക്കുന്നതും ഇപ്പോഴാണ്. മുൻപ് എന്തിനും ഏതിനും കരഞ്ഞിരുന്ന ഞാനിപ്പോൾ അപൂർവമായിട്ടേ കരയാറുള്ളൂ എന്നു പറഞ്ഞ ശ്രിയ ഈ മേഖലയിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നും തുറന്നു പറയുന്നു. ഇടയ്ക്ക് ഡിപ്രഷൻ വന്നപ്പോഴാണ് വല്ലാതെ വണ്ണം കൂടിയത്. അപ്പോഴാണ് വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അന്ന് ഒരുപാട് സ്ട്രഗിൾസ് ഉള്ളതുകൊണ്ട് കയ്യിൽ കിട്ടുന്നതൊക്കെ കഴിയും. ഡയറ്റൊന്നും നോക്കില്ല. ചീപ്പ് കോസ്റ്റിൽ കിട്ടുന്നതൊക്കെ കഴിക്കും. നാട്ടുകാരുടെ വാ പേടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് എല്ലാം സോർട്ട് ചെയ്യാൻ കണ്ടുപിടിച്ച വഴിയാണ് വർക്കൗട്ട്. ഡിപ്രഷനും ജോലിയില്ലായ്മയും ഒക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു കഴിഞ്ഞിട്ടാണ് ഡിഗ്രിയെയും MBAയും പൂർത്തിയാക്കിയത്. എൻ്റെ ഡ്രീം പ്രൊജക്റ്റാണ് ജിം തുടങ്ങുക എന്നത്. അതിൻ്റെ പരിപാടികൾ നടക്കുന്നു. ജനു ഇൻറ്റീരിയർ ഡിസൈനറാണ്. ഒരു ജിം ട്രെയിനിങ് കോഴ്സ് പാസ്സായിട്ടുണ്ട്. ജിം തുടങ്ങാൻ വേണ്ടിയാണ് അത് ചെയ്തത്. റിലേഷൻഷിപ്പിൽ വളരെ മോശം അനുഭവങ്ങൾ നേരിട്ടതിനെപ്പറ്റി നടി ശ്രിയ അയ്യർ വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്ന് പ്രശസ്തനായ താരത്തിനെതിരെയായിരുന്നു ശ്രിയയുടെ തുറന്നു പറച്ചിൽ. ഇതിൻ്റെ പേരിൽ നിരവധി വിമർശനങ്ങൾ ഉണ്ടായെങ്കിലും ജീവിതം തിരികെ പിടിച്ച് ഉയരങ്ങൾ കീഴടക്കുകയായിരുന്നു ശ്രിയ അയ്യർ. വീണ്ടും ഒരു വിവാഹം കഴിച്ച് സന്തുഷ്ടയായി കഴിയുകയാണ് ശ്രിയ അയ്യർ. ആദ്യത്തെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിനു ശേഷം എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു വന്നവർ വേറെയും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അവരൊക്കെ പഴയ ബന്ധത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ തുടങ്ങി. ആലോചനയുമായി വീട്ടിൽ വന്നതിന് ശേഷവും പഴയ കാര്യങ്ങൾ പറഞ്ഞതോടെ എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടുകാരെയും അതൊക്കെ വേദനിപ്പിച്ചു. അങ്ങനെയായപ്പോഴാണ് വീണ്ടും കെട്ടണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. വിവാഹശേഷം കഴിഞ്ഞുപോയ കാര്യത്തെപ്പറ്റി അധികം സംസാരിക്കേണ്ട, ഈ നിമിഷം എങ്ങനെ അങ്ങ് ജീവിച്ചു പോകണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. എനിക്കും ഇപ്പോഴത്തെ ഭർത്താവായ ജനുവിനും മുൻപ് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ അവസാനിച്ചു. ഇപ്പോൾ പുതിയ ജീവിതമാണെന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നമ്മൾ വിവാഹം കഴിച്ചാലും ഇതുപോലെയുള്ള വിവാദങ്ങൾ ഉണ്ടാവും. പല ആളുകളും പഴയ കഥകളും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നേക്കുമെന്നും ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു.
എൻ്റെ കല്യാണത്തെക്കുറിച്ചുള്ള വിവരം പങ്കുവച്ച പോസ്റ്റ് ഇട്ടതിന് ശേഷം മറ്റവൻ എവിടെ എന്നൊക്കെ ചോദിച്ചു ചിലർ വന്നിരുന്നു. ആ ബന്ധം അവസാനിച്ചിട്ട് 7 വർഷത്തോളമായി. അങ്ങനെ വലിയൊരു ബ്രേക്കപ്പിന് ശേഷമാണ് പുതിയൊരു റിലേഷനിലേക്ക് ഞാൻ പോകുന്നത്. എന്നിട്ടും ഇത്തരം ചോദ്യങ്ങളാണ് വരുന്നത്. അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ എന്നെ വല്ലാതെ ടോർച്ചർ ചെയ്തിരുന്നുവെന്ന് നടി പറയുന്നുണ്ട്. അതേസമയം ഭർത്താവ് ജെനുവിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കമൻറ്റുകൾ നിസ്സാരമാണ്. അതൊന്നും മൈൻഡ് ചെയ്യണ്ട, നിനക്കത് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കമൻ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക് എന്നേ പുള്ളി പറയുകയുള്ളൂ. എന്നാൽ നല്ല കാര്യങ്ങളൊന്നും ആരും അറിയുകയില്ലല്ലോ, അത് ആഘോഷിക്കപ്പെടുകയോ ചെയ്യാറില്ല. എൻ്റെ പേഴ്സണൽ ലൈഫിൽ കുറിച്ച് പിന്നീട് ഞാൻ തുറന്നു പറയപ്പോഴാണ് അതിനിടയിൽ വലിയ അച്ചീവ്മെൻറ്റ് എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് എല്ലാവരും അറിയുന്നതെന്ന് ശ്രിയ കൂട്ടിച്ചേർക്കുന്നു. തന്നെ സ്കൂളിൽ ചേർത്തത് നുണ പറഞ്ഞിട്ടാണെന്ന കഥ കൂടി ശ്രിയ വെളിപ്പെടുത്തുന്നു. അതൊരു കോൺവെൻറ്റ് സ്കൂളായിരുന്നു. അവിടെ പഠിക്കണമെങ്കിൽ അത്യാവശ്യം മാന്യമായൊരു ജോലിയുള്ള മാതാപിതാക്കൾ വേണം. അവരുടെ വരുമാനം കൃത്യമായി കിട്ടുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് കള്ളം പറയേണ്ടി വന്നു. ശരിക്കും അച്ഛൻ ഓട്ടോറിക്ഷ ഓടിച്ച് എന്നെ കൊണ്ട് സ്കൂളിൽ വന്നു. എന്നിട്ട് അച്ഛൻ എൻ്റെ ഡ്രൈവറാണെന്നാണ് സ്കൂളിൽ പറഞ്ഞിരുന്നത്. അതൊന്നും ആരോടും പറഞ്ഞിരുന്നില്ല. പിന്നീട് കോളേജിലേക്ക് എത്തിയപ്പോഴാണ് അവതാരകയായി ഞാൻ പോകുന്നത്. ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ക്ലാസ്സിൽ അറ്റൻഡൻസ് പ്രശ്നമായി തുടങ്ങി. അതോടെ ഡിഗ്രിയും കുഴപ്പത്തിലായെന്ന് നടി പറയുന്നു. ഇതുപോലുള്ള ന്യൂസുകളും വാർത്തകളും വീഡിയോസും കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.